ഇടുക്കി രാജാക്കാട് നടുമുറ്റത്ത് വയോധികയെ കെട്ടിയിട്ട് സ്വർണവും പണവും അപഹരിച്ച കേസിൽ കൊച്ചുമകനും പെൺസുഹൃത്തും പിടിയിൽ. സൈബു തങ്കച്ചൻ, സുഹൃത്ത് അനില എന്നിവരെ പാലക്കാട് നിന്നുമാണ് രാജാക്കാട് പോലീസ് പിടികൂടിയത്. കേസിൽ പ്രതിയായ മറ്റൊരു സ്ത്രീയെ നേരത്തെ കോട്ടയത്ത് നിന്ന് അറസ്റ്റ് ചെയ്തിരുന്നു. ഇവരെ ചോദ്യം ചെയ്തതോടെയാണ് വീട്ടിലെ തന്നെ കള്ളനെ പിടികൂടി. രണ്ടു പ്രാവശ്യം അരിവ കൊണ്ട് കഴുത്തെ വെച്ച് ശവം കാണുമെന്നും പറഞ്ഞു. അമ്മ പേടിച്ച് വിറച്ചു. അമ്മ പേടിച്ചു പോയി. അമ്മ വിറച്ചിട്ട് അമ്മയ്ക്ക് നടക്കത്തില്ല മക്കളെ. ഇങ്ങനെ ഒരു ഓർത്തില്ല. ഞാൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി വെച്ചേനെ. ഡിസംബർ 16 നടുമുറ്റം പാലക്കുന്നൽ ടോമിയുടെ വീട്ടിൽ കവർച്ച നടന്നത്. രാവിലെ 9:30യോടെയായിരുന്നു സംഭവം. ടോമിയുടെ മാതാവ് മറിയക്കുട്ടി മാത്രമായിരുന്നു ഈ സമയം വീട്ടിലുണ്ടായിരുന്നത്. 2 സ്ത്രീകൾ ഉൾപ്പെടുന്ന 3-അംഗ സംഘമാണ് എത്തിയത്. വീട്ടിൽ അതിക്രമിച്ച് കയറിയ സംഘം മറിയക്കുട്ടിയെ തുണി ഉപയോഗിച്ച് ഊണുമേശയിൽ കെട്ടിയിടുകയായിരുന്നു. തുടർന്ന് 8 ഗ്രാം തൂക്കം വരുന്ന 3 മോതിരങ്ങളും അലമാര തുറന്ന് 3000 രൂപയും കവർന്നു. ഇതിനിടയിൽ കെട്ടഴിച്ച് പുറത്തേക്കോടിയ മറിയക്കുട്ടി ഒച്ച വെച്ച് ആളെ കൂട്ടുകയായിരുന്നു. അടുത്ത പറമ്പിൽ തടിപ്പണി ചെയ്തിരുന്നവർ എത്തിയപ്പോഴേക്കും പ്രതികൾ ഓടി രക്ഷപ്പെട്ടിരുന്നു. തുടർന്ന് രാജാക്കാട് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ കോട്ടയം മണർകാടുള്ള വാടക വീട്ടിൽ നിന്ന് സോണിയ എന്ന് വിളിക്കുന്ന സരോജയെ ആദ്യം പോലീസ് പിടികൂടി. സരോജയിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ മോഷണത്തിന്റെ മുഖ്യ സൂത്രധാരൻ മറിയക്കുട്ടിയുടെ മകളുടെ മകൻ സൈബു ആണെന്ന് കണ്ടെത്തി. പിന്നാലെ സൈബു തങ്കച്ചനെയും കാഞ്ഞിരപ്പള്ളി സ്വദേശിയായ പെൺസുഹൃത്ത് അനിലയെയും പാലക്കാട് നിന്ന് രാജാക്കാട് പോലീസ് പിടികൂടി. എറണാകുളത്ത് ദൂരെയുള്ള ആൾക്കാരെ കൊണ്ട് നമ്മെ കൊല്ലാൻ വിട്ടപ്പോൾ എന്നാ ചെയ്യുന്നു? മാനെ വെട്ടി ശവം കാണുമെന്ന് അറിഞ്ഞേ. 2-3 പ്രാവശ്യം അരിവായും കഴുത്താൽ കൊണ്ട് വെച്ചു. അമ്മ തന്നെയല്ലേ ഉണ്ടായിരുന്നുള്ളൂ. പിടിച്ച് കിട്ടിയിട്ടു. ഇതുപോലെ അമ്മയ്ക്ക് പ്രതീക്ഷയില്ല ഇങ്ങനെയൊരു സംഭവം ഉണ്ടാവുമെന്ന്. ക്ഷമിക്കാൻ പറ്റുന്ന തെറ്റല്ല ചെയ്തേക്കുന്നത്. ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അങ്ങ് കാരണമായിട്ട് ഈ ഒരു മാസം മുമ്പ് കൂടെ അവനുമായിട്ട് നമ്മളിപ്പോൾ ബന്ധപ്പെട്ടതാണ്. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ ചോദിക്കേണ്ട കാര്യമുള്ളൂ. അത്യാവശ്യം എല്ലാവർക്കും നല്ല നിലയിൽ ജീവിക്കുന്നവരാണ്. വിശേഷ പണി കാണിക്കേണ്ട കാര്യമില്ല. നമ്മുടെ മകനാണ് എപ്പോഴും സൂക്ഷിക്കണം. കാരണം ചില അല്ല പിന്നെ ഇവിടെ ആൾക്കാർക്ക് എടുക്കണ്ടേ. അങ്ങനെ ന്യായീകരിച്ച് നമ്മളെ വെറുതെ വിട്ട് ശരിയാകത്തില്ല. കേസിൽ ഒരാൾ കൂടി പിടിയിലാകാനുണ്ടെന്ന് പോലീസ് പറഞ്ഞു. പ്രതികളെ അടിമാലി കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. 24 ഇടുക്കി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.